രാധാകൃഷ്ണൻ സാർ നേരത്തെ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരുന്നു. ഇപ്പോൾ PS പ്രശാന്തിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ ഇവിടെ മന്ത്രിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അവിടെ സർക്കാരിനെ സംബന്ധിച്ച് വലിയ അതൃപ്തി ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ മറുവശത്ത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ശബരിമല വിഷയത്തിൽ ഇത്രയെങ്കിലും വഴിത്തിരിവുകളും വെളിപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടായതെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹവും ഇവിടെയുണ്ട്. അവിടെ ഈ ഒരു വിഷയത്തെ സാർ എങ്ങനെയാണ് കാണുന്നത്? കുറ്റപത്രം കേസിൽ ഈ മാസം സമർപ്പിക്കുമെന്നാണ് സൂചന, അല്ലെങ്കിൽ അതൃപ്തി സർക്കാർ കോടതിയെ അറിയിക്കുമെന്നും ദേവസ്വം മന്ത്രി പറയുന്നുണ്ട്. ഇതൊരു അവസാന ഘട്ടത്തിൽ ആയെന്ന് പറയാൻ സാധിക്കുമോ ഈ ഒരു അന്വേഷണം? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു വലിയ ദേവാലയങ്ങളുടെ ഒരു ഭരണ സംവിധാനമാണ്. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം സിവിൽ പ്രൊസീജിയർ കോഡും മറ്റും അനുസരിച്ച് ഈ അന്ധന്മാർ, അലഞ്ഞു തിരിയുന്നവർ, അതുപോലെ വിഗ്രഹങ്ങൾ, ഇവരുടെയൊക്കെ ഒരു ഗാർഡിയൻഷിപ്പ് വെച്ചാൽ രക്ഷാകർതൃത്വം കോടതികൾക്കാണ്. അതിൻ്റെ ഒരു പ്രൊവിഷൻ അവർക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പല ആളുകളും സംശയം പ്രകടിപ്പിക്കുന്നു, കോടതി ഏത് കാര്യത്തിലും ഇടപെടുന്നു. സ്വാഭാവികമാണ്, നമുക്കും തോന്നാം. പക്ഷെ നമ്മളവിടെ പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യം, ഈ സ്ഥാപനത്തിൻ്റെ ഈ മൈനറുകളായ ദേവതകളുടെ കാര്യങ്ങൾ നിർവഹിക്കാനും ഭരണനിർവഹണത്തിനും വരുന്ന ആളുകൾ അതിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? എപ്പോഴാണ് കോടതികൾക്ക് ഇടപെടേണ്ടി വരുന്നത്? ലിറ്റിഗേഷൻ എപ്പോഴാണെന്നത്? ഈ പബ്ലിക് ലിറ്റിഗേഷൻ വരുന്നു, അത് പൊളിറ്റിക്കൽ ലിറ്റിഗേഷൻ ആകുന്നു, പ്രൈവറ്റ് ലിറ്റിഗേഷൻ വരുന്നു. ഇതൊക്കെ ഒരു മിസ്മാനേജ്മെൻറ്റിൻ്റെ ഘട്ടത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിപ്പോൾ കോടതികളെയോ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങളെയോ ഇപ്പോൾ കുറ്റം പറയാറായിട്ടില്ല. എന്തായാലും അന്വേഷണം ഇപ്പോൾ ചാർജ് ഷീറ്റിലേക്ക് എത്താൻ പോവുകയാണ്. ചാർജ് ഷീറ്റ് വന്നതിന് ശേഷം തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് ആ കാര്യത്തിൽ, കാരണം സംസ്ഥാന ഗവൺമെൻറ്റിന് ആ കാര്യത്തിൽ ശരിയായ അധികാരമുണ്ട്. ഈ തൃപ്തികരമല്ലാത്ത കാര്യങ്ങൾക്ക് ഒന്നുകിൽ അപ്പലേറ്റ് കോർട്ടിനെ സമീപിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അന്വേഷണ സമിതിക്ക് വേണ്ടി ശുപാർശ ചെയ്യാം. ഇതൊക്കെ നടക്കും. പക്ഷേ ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് നമ്മുടെ ഹിന്ദു ധർമ്മ സ്ഥാപനങ്ങൾ കഴിഞ്ഞ 10 വർഷം ഈ പല ഭരണ തലവന്മാർ വന്നു നടത്തിയ ഈ വിഗ്രഹങ്ങൾക്കും അല്ലെങ്കിൽ ഈ ദേവതകൾക്കും എതിരായി അവരുടെ സമ്പത്ത് നശിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളാണ് ഇവിടെ വിലയിരുത്തുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇപ്പം 2018-ലെയും 2019-ലെയും ആ ഗോൾഡിൻ്റെ തെഫ്റ്റ് ഇപ്പോഴുള്ള അത് കുറച്ചുകൂടെ ലൈറ്റാണ്, കുറച്ചുകൂടെ ഗ്രാവിറ്റി കുറഞ്ഞ സംഭവങ്ങളാണ്. ഇതൊക്കെ എടുത്താൽ ഇതിനേക്കാൾ അധികരിക്കുന്ന പല സാമ്പത്തിക നഷ്ടങ്ങളും ഈ ദേവതകൾക്ക് അല്ലെങ്കിൽ ഈ വിഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന് ഈ മുൻ ഭരണാധികാരികൾ വരുത്തി തീർത്തിട്ടുണ്ട്. ഒരു ദിവസത്തെ ഒരു സമ്മേളനത്തിന് 8 കോടി രൂപ ചിലവാക്കുക, ഏതോ ഒരു കോൺട്രാക്ടർ കൊണ്ട് കൊടുത്ത 2021-22 അരവണ നിർമ്മാണത്തിൽ ഏലക്ക സപ്ലൈക്ക് കോൺട്രാക്ട് കൊടുത്തവൻ്റെ ഏലക്ക പരിശോധിച്ചപ്പോൾ അതിനകത്ത് ഈ പെസ്റ്റിസൈഡിൻ്റെ കണ്ടൻറ്റ് കണ്ടു, അത് റിജക്റ്റ് ചെയ്തു. അയാൾ കൊണ്ടു കൊടുത്ത കേസിൽ ഈ അരവണയുടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന അരവണ അതിൻ്റെ വിതരണം സ്റ്റേ ചെയ്യപ്പെടുക, അതിന് ഫുഡ് സേഫ്റ്റി അതോറിറ്റി അതിൽ കണ്ടാമിനേഷൻ ഉണ്ടെന്ന് പറയുക. അവസാനം അന്നത്തെ ബോർഡ്, ശ്രീ അനന്തഗോപൻ സാറ് പ്രസിഡൻ്റായ ബോർഡ് സുപ്രീം കോടതിയിൽ കൊടുത്ത പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ, സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇന്ത്യ പരിശോധിച്ചിട്ട് ഇത് എഡിബിൾ ആണെന്ന് സർട്ടിഫൈ ചെയ്യുക. അപ്പോഴത്തേക്ക് 6,65,150 കണ്ടെയ്നറും അതിൻ്റെ 7 കോടി രൂപയും ഈ സ്ഥാപനത്തിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനി അടുത്ത ഈ ബോർഡിൻ്റെ കാലത്താണ് അത് കുഴിച്ചു മൂടാൻ 1.5 കോടി രൂപ വേറെ. ഇപ്പം ഇങ്ങനെ ഈ ദേവാലയ സ്ഥാപനങ്ങളുടെ സമ്പത്ത് തകർത്തിട്ടുള്ള, ഇതിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുള്ള, കോടികളുടെ നഷ്ടം ഈ സ്ഥാപനത്തിന് വരുത്തിയിട്ടുള്ള കഴിഞ്ഞ കാലഘട്ടത്തിലെ ഈ ബോർഡുകളുടെ പ്രവർത്തനം അതാണ് പരിശോധിക്കപ്പെടേണ്ടത്. ഒരുപക്ഷെ ഈ സ്വർണ്ണക്കൊള്ളയുടെ 100 ഇരട്ടി ഈ ദേവാലയ സ്ഥാപനത്തിന് സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും. നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് അവരൊന്നും ഈടാക്കാനുള്ള നിയമം അതാണ് നടത്തേണ്ടത്. ഒരു ജുഡീഷ്യൽ എൻക്വയറിയാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ 10 വർഷത്തെ ഇവിടുത്തെ മിസ്മാനേജ്മെൻറ്റുകളെ പറ്റിയും ഈ ഭഗവാന്റെ സമ്പത്തുകൾ നഷ്ടപ്പെടുത്തിയതിനെ സംബന്ധിച്ചും അന്വേഷണമാണ് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം.